നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം വാരഫലമാകുന്നു. വാരഫലത്തിൽ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങൾ 2025 നവംബർ 1 മുതൽ നവംബർ 8 വരെയുള്ള ശുഭാശുഭ ഫലങ്ങൾ, അതായത് 1201 തുലാമാസം 15 മുതൽ 21 വരെയുള്ള ഒരാഴ്ചക്കാലത്തെ ശുഭാശുഭ ഫലങ്ങൾ. ഇവിടെ നമുക്ക് ആദ്യമായി 1 തീയതിയത്തെ ഗ്രഹസ്ഥിതി ആദ്യം ചർച്ച ചെയ്യാം. ഇവിടെ മേടൻ രാശിയിൽ ഗ്രഹങ്ങളില്ല, ഇടവൻ രാശിയിലും ഗ്രഹങ്ങളില്ല, മിഥുനൻ രാശിയിലും ഗ്രഹങ്ങളില്ല. 4-ാം ഭാവത്തിൽ കർക്കിടകത്തിൽ വ്യാഴം, 5-ൽ കേതു, 6-ാം ഭാവത്തിൽ ശുക്രൻ നീചസ്ഥനായുണ്ട്, 7-ാം ഭാവത്തിൽ ആദിത്യൻ നീചസ്ഥനായുണ്ട്, അഷ്ടമത്തിൽ ചൊവ്വയും ബുധനുമുണ്ട്. വൃശ്ചികത്തിലാണ്, അഷ്ടമെന്താൽ വൃശ്ചികത്തിൽ. കുംഭൻ രാശിയിൽ ചന്ദ്രനും രാഹുവുമുണ്ട്, മീനൻ രാശിയിൽ ശനിയുമുണ്ട്. ഇങ്ങനെയാണ് ഗ്രഹസ്ഥിതി, 1 തീയതിയത്തെ ഗ്രഹസ്ഥിതി. അവിടെ സൂര്യൻ ഏതായാലും നീചസ്ഥിതിയാണ്, ശുക്രനാണെങ്കിൽ നീചസ്ഥിതനാണ്. പക്ഷേ നാം ചർച്ച ചെയ്യുന്നത് 1 തീയതിയത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. 2-ാം തീയതി ശുക്രൻ സ്വന്തം ക്ഷേത്രത്തിൽ വരുന്നതിനൊരു വലിയ പ്രത്യേകതയുണ്ട് ഈ ഒരു വാരം. ഏതായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, വാരഫലം ശ്രദ്ധിക്കുക. നമുക്ക് മേടൻ രാശി മുതൽ മീനം വരെയുള്ള 12 രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക. വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങൾ വരുന്ന 2-കാൽ നക്ഷത്ര സമൂഹം. ഇവിടെ വൃശ്ചികൻ രാശിക്കാരൊക്കെ രാശിയിൽ ചൊവ്വയും ബുധനുമുണ്ട്. 4-ാം ഭാവത്തിൽ ചന്ദ്രൻ രാഹു, 5-ൽ ശനി, 9-ാം ഭാവത്തിൽ വ്യാഴം, 10-ാം ഭാവത്തിൽ കേതു, 11-ൽ ശുക്രൻ, 12-ൽ രവി. പ്രായണ വൃശ്ചികൻ രാശിക്കാർക്ക് ഈ ഒരു വാരം വളരെ അനുകൂലമായൊരു വാരമാണ്. കാരണം എന്താണ്? രാശിയിൽ രുചക മഹായോഗം ചെയ്ത് ചൊവ്വ നിൽക്കുന്നു, അവിടെ ബുധനോട് കൂടി യോഗം ചെയ്ത് നിൽക്കുന്നു. അതൊരു നല്ല യോഗമാണ്. ഇവിടെ ലഗ്നാധിപനും അഷ്ടമാധിപനായ ഗ്രഹം ഒന്നിച്ച് നിൽക്കുന്നു. ലഗ്നം ഒരാളുടെ ജീവനെ സൂചിപ്പിക്കുന്നു, അഷ്ടമം ആയുസ്സിനെയും. ഈ ഗ്രഹങ്ങൾ ഒന്നിച്ച് വന്നാൽ, തയോർ അധിപതിയോർ ബലം, ഒന്നിച്ച് നിൽക്കുക, ബലത്തോട് നിന്നാൽ ദീർഘായുസ്സിനെ പ്രദാനം ചെയ്യും. പല കാര്യങ്ങൾക്കും പല തീരുമാനങ്ങളും എടുത്ത് യുക്തിപൂർവം മുന്നോട്ട് നയിക്കാം. ഈ വാരം ഏറ്റവും നല്ലതാണ് കൺസൾട്ടൻസികൾ. ബുധവും മൂർത്തികവും മാർജിയത് അന്യരിഷ്ടം, എല്ലാ അരിഷ്ടതകളും മാറ്റും ലഗ്നത്തിലുള്ള ബുധൻ. പക്ഷേ ഇവിടെ കർമാധിപനായ ഗ്രഹം സൂര്യൻ 12-ലാണ്. തൻ്റെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി പലപ്പോഴും താൻ വളരെയധികം കഷ്ടപ്പെടണം. പക്ഷേ ചില കേസുകളിലും വിവാദങ്ങളിലും ജയിക്കും എന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു 12-ലെ ആദിത്യൻ. വിവക്ഷാഹവേ ജായദേശോ ജയശ്രീ, ശത്രുക്കളുമായുള്ള യുദ്ധത്തിൽ താൻ ജയിക്കും. പക്ഷേ 12-ലെ ആദിത്യൻ അസമയത്തുള്ള യാത്ര ശ്രദ്ധിക്കണം. തൻ്റെ ധനവും രേഖകളൊക്കെ ആരും തട്ടിപ്പറിക്കാനൊക്കെ ശ്രമിക്കുന്നതാണ്. അസമയത്തുള്ള യാത്ര വേണ്ട. പതിതസ്വരിപ്പേ, പാതിത്യം വീഴ്ച വരുമെന്നാണ് വരാഹമിഹിര ആചാര്യൻ പറഞ്ഞിരിക്കുന്നത്. പിതൃവ്യാവധ, അച്ഛൻ മുതലായവർക്ക് രോഗാദി അരിഷ്ടത ഉണ്ടാകും. വഴിയിൽ വെച്ച് തനിക്ക് അപകടങ്ങൾ ഉണ്ടാകാം. അതിനാൽ വളരെയധികം ജാഗ്രത പാലിക്കുക യാത്രയിൽ. 9-ൽ വ്യാഴമാണ്. തീർത്ഥാടന സ്ഥലങ്ങൾ സന്ദർശിക്കാനൊക്കെ വലിയ ഭാഗ്യമുണ്ടാകും. അതിനാൽ തീർത്ഥാടനവുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളും പലപ്പോഴും ട്രാവൽ ആൻഡ് ടൂറിസം സെക്ടേഴ്സിൽ ജോലി ചെയ്യുന്നവർ ധാരാളം സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകും. വിദേശത്തൊക്കെ അവരുടെ കർമ്മമേഖല വളരെയധികം വ്യാപരിച്ച് മുന്നോട്ട് നയിക്കുവാനുള്ള അവസരം വരും. വിവാഹ തീരുമാനങ്ങളൊക്കെ ഉണ്ടാകാൻ വളരെ അനുകൂലമാണ്. അതിനുവേണ്ടി ഉത്സാഹിക്കണം. ഇവിടെ മറ്റ് വലിയ ബുദ്ധിമുട്ടുകളൊന്നും വൃശ്ചികൻ രാശിക്കാർക്കില്ല. ശാരീരികമായി ഉദരസംബന്ധമായ രോഗങ്ങൾ, ഗ്യാസ്, അസിഡിറ്റി ബുദ്ധിമുട്ടുകൾ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ നടു, ഡിസ്ക് സംബന്ധിച്ച ബുദ്ധിമുട്ടുകൾ എപ്പോഴും ശ്രദ്ധിക്കണം. അസ്ഥി സംബന്ധമായ ബുദ്ധിമുട്ടുകൾ, പെട്ടെന്ന് പാദങ്ങൾക്ക് പരിക്ക് വരിക. 12-ാം ഭാവത്തിൽ ആദിത്യനാണ്. പതിതസ്തുരിപ്പേ, പാതിത്യം വരും. അത് അസ്ഥികാരകനാണ്. ആ ഗ്രഹം നോക്കുന്നത് രോഗസ്ഥാനത്താണ്. 6-ാം ഭാവം. 6-ാം ഭാവം ഡിസ്ക്കാണ്. അതിനാൽ ആരോഗ്യവിഷയം ശ്രദ്ധിക്കുക. നിർബന്ധമായും കർമ്മതടസ്സം മാറാൻ ശത്രുമുട്ടി ചെയ്യണം. അപ്രകാരം ദേഹാരോഗ്യത്തിന് വളരെയധികം നന്നായി മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയോ മൃത്യുഞ്ജയ ഹോമമോ കഴിപ്പിക്കും. എല്ലാ വൃശ്ചികൻ രാശിക്കാർക്കും നല്ല ശുഭവാരത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.